ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുൻപയുടെ പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കൃഷ്ണൻകുട്ടി മേനോൻ സാർ അദ്ദേഹം മരണപ്പെടുകയാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം മനുവിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. തൻ്റെ സ്വന്തം മകളോട് നിന്റെ കുഞ്ഞ് മരണപ്പെട്ടിട്ടില്ല, അത് ജീവിച്ചിരിപ്പുണ്ട് എന്ന സത്യം പറയുന്നുണ്ടെങ്കിലും അത് ആ മകൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നില്ല. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ രേവതി കുട്ടിയെ അവിടെ മറ്റൊരു വീട്ടിൽ ജോലിക്ക് കൊണ്ടു നിർത്തുകയാണ്. മാമച്ചൻ എന്ന് പറയുന്ന ഒരു ഫാമിലി, ഒരു ഭാര്യയും ഭർത്താവും മാത്രമാണ് അവിടെ താമസിക്കുന്നത്. അവിടെ കൊണ്ട് നിർത്തുന്നുണ്ട്. അങ്ങനെ അവരുടെ പ്രവൃത്തിയില് അവര് ഈ കുട്ടി ഈ വീടൊന്നും നോക്കാനൊന്നും പോരാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പുച്ഛിക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ച് നമ്മുടെ അലീന വീട്ടിലേക്ക് തിരികെ വരികയാണ്. അലീനയും കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു രേവതിക്കുട്ടിയെ കൊണ്ടുവന്നാക്കാൻ. അങ്ങനെ അവളെ അവിടെ ആക്കിയിട്ട് അലീന തിരികെ വരുമ്പോൾ രാവിലെ പേപ്പറിൽ കാണുന്ന ന്യൂസ് ഇദ്ദേഹം മരണപ്പെട്ടു എന്ന വാർത്തയാണ്. അതായത് നമ്മുടെ കൃഷ്ണൻകുട്ടി മേനോൻ സാറ് മരണപ്പെട്ടു എന്ന വാർത്തയാണ്. അപ്പോൾ അലീനയുടെ മുത്തശ്ശനാണല്ലോ, മുത്തശ്ശനെ കണ്ട് അവൾ ഇങ്ങനെ പെട്ടെന്ന് കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട്. ആ വാർത്ത വേഗം തന്നെ ബ്രിജിത്താമ്മയെ ചെന്ന് കാണിക്കുകയാണ്. അപ്പൊ ബ്രിജിത്താമ്മയ്ക്കും ആകെ ഒരു ഷോക്കേറ്റ പോലെ ആവുകയാണ്. ബ്രിജിത്താമ്മ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, അമ്മ വിഷമിക്കണം, അമ്മ വിഷമിക്കേണ്ട, എന്തായാലും അവിടെ ഒരു ഹോം നേഴ്സിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞല്ലോ, അതായിട്ട് ഞാൻ പോയിക്കോളാം അവിടേക്ക് എന്ന് പറയുമ്പോൾ ബ്രിജിത്താമ്മ പറയുന്നുണ്ട്, അതിന് നിന്നെ അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ, നീ അവിടുത്തെ പേരക്കുഞ്ഞാണ് എന്ന കാര്യം. അതുകൊണ്ട് തന്നെ നിന്നെ മറ്റാർക്കും അവിടെ അറിയില്ല. പിന്നെ തന്നെയല്ല, അദ്ദേഹം മരണപ്പെട്ടു പോയത് കൊണ്ട് ഇനി നിന്നെ ആരും വിളിക്കാൻ വരില്ല. നീ ഇനി ഒറ്റയ്ക്കായി, ഇനിയിപ്പോ മോളിനെ ഞാനിനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് നമ്മുടെ ബ്രിജിത്താമ്മ ആദ്യ പിടിച്ചു നിൽക്കുകയാണ്. എന്തായാലും മനുവിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ഒരു അലീനയെ അവിടേക്ക് കൊണ്ടുവരാനായിട്ട്. അതൊന്നും നമ്മുടെ ബ്രിജിത്താമ്മയ്ക്ക് ഇപ്പൊ തൽക്കാലം അറിയില്ലല്ലോ. എന്തായാലും മനു അലീനയെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതിനിടയിൽ ബ്രിജിത്താമ്മയും മരണപ്പെടുകയും ചെയ്യുകയാണ്. ബ്രിജിത്താമ്മയുടെ മരണം താങ്ങാനാവാതെ അലീനയും രേവതിക്കുട്ടിയും സങ്കടപ്പെട്ട് കരഞ്ഞ് ഭയങ്കര ഒരു സീൻ തന്നെയാണ് എന്തായാലും ഉണ്ടാകാൻ പോകുന്നത്. നമ്മുടെ അലീനയ്ക്കും നമ്മുടെ രേവതിക്കുട്ടിയും അതുപോലെ എന്തായിരിക്കും ഇനി അങ്ങോട്ടുള്ള ജീവിതം, അവരുടെ ജീവിതത്തിൽ സുഖകരമായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം കേട്ടോ. എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.